ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് പൊടിക്കൈകളാണ് കേട്ടോ. അടുക്കളയിൽ നമുക്ക് അറിഞ്ഞാൽ ഉപകാരപ്പെടുന്ന കുറച്ച് പൊടിക്കൈകളാണ്. അപ്പോൾ അതിൽ തന്നെ ഞാൻ ആദ്യം കാണിക്കുന്നത് ഈ ചെറുനാരങ്ങ. ചെറുനാരങ്ങ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ ഉണങ്ങി കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. കട്ട് ചെയ്താലും പിഴിയാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് നീര് കിട്ടൂല. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും. അപ്പൊ അതിനൊരു മാർഗ്ഗം ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലോട്ട് ചെറുനാരങ്ങ ഇട്ടിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പൊ പിറ്റേ ദിവസം എടുത്തിട്ട് നമ്മൾ തുറന്നു നോക്കുമ്പോൾ നാരങ്ങ നല്ല ഫ്രഷ് ആയിട്ടുള്ള പോലെ ഇരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. കട്ട് ചെയ്യാനൊക്കെ നമ്മൾ സാധാരണ ഫ്രഷ് നാരങ്ങ കട്ട് ചെയ്യുന്നുള്ള പോലെ പിഴിയാനും ഒക്കത്തിനും നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ച് രണ്ടോ മൂന്നോ നാരങ്ങയൊക്കെ ബാലൻസ് വരികയാണെങ്കിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് കുറേ അധികം നാരങ്ങ ഉണ്ടെങ്കിൽ ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഞാൻ സാധാരണ ഇങ്ങനെയാണ് അധികം ചെയ്യുന്നത്. നാരങ്ങ നീരെടുത്തിട്ട് ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ട് ഇങ്ങനെ ക്യൂബ്സ് ആക്കിയിട്ട് വെക്കും. അപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വെള്ളത്തിലിട്ട് വെക്കാൻ പറ്റിയതാണ് ഈ ക്യാരറ്റ്, ബീട്രൂട്ട്. ഇതൊക്കെ ഇങ്ങനെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഇങ്ങനെ ചിലപ്പോൾ ബാലൻസ് വരുമ്പം അതങ്ങനെ ഫ്രിഡ്ജിൽ നമ്മൾ ആ ബോക്സിൽ കിടന്ന് അങ്ങനെ ചുക്കി ചുളിഞ്ഞ് ഇങ്ങനെ പോകും. അപ്പൊ ഇതുപോലെ ഒന്നോ രണ്ടോ ഒക്കെ ബാലൻസ് വരുമ്പം നമുക്ക് കുറച്ച് പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലിട്ടാൽ എടുക്കുമ്പോൾ വീണ്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള പോലെ തന്നെ തോന്നും. പിന്നെ അടുത്ത ടിപ്പ്, കയ്പ നമ്മൾ ഉപ്പേരി വെക്കുമ്പം മാക്സിമം അതിൻ്റെ കയ്പ് പോവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു പീലർ വെച്ചിട്ട് ഇങ്ങനെ മുകളിലുള്ള ആ അങ്ങനെ മുള്ളു പോലുള്ള ആ ഭാഗം ഒന്ന് പീലർ വെച്ചിട്ടൊന്ന് പീൽ ചെയ്ത് നല്ലോണം കട്ടിക്ക് പീൽ ചെയ്യണ്ട. ഇങ്ങനെ മേലെ ആ പൊങ്ങി പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ കയ്പിൻ്റെ, അത് മാത്രം ഒന്ന് പീൽ ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ പിന്നെ കയ്പ് കുറഞ്ഞു കിട്ടും. പിന്നെ ഇനി ഇതിനേക്കാളും കയ്പ് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാതി വേവായി കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ഫുള്ളായിട്ട് വേവിക്കുക. അപ്പോഴും കയ്പ് നന്നായിട്ട് കുറയുന്നതാണ്. ഇങ്ങനെ ഇത്തിരി പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവും കയ്പിന്. ഇനിയിപ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ പഞ്ചസാരക്ക് പകരം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം കഴിക്കുന്നതിന് മുമ്പേ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർത്താലും ആ ഒരു ചെറുനാരങ്ങന്റെ പുളിയിൽ ഈ കയ്പ് അത്ര അറിയുന്നതല്ല. അപ്പം അതും നല്ലൊരു ഇതാണ്. ഇനി നമുക്ക് അടുത്തത് കുറച്ച് അധികം കറിവേപ്പില, പ്രത്യേകിച്ച് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം കുറേ കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില കൊണ്ടുവരും. അപ്പം ഞാനത് കുറേ നാൾ കേടുകൂടാതെ ഞാൻ സൂക്ഷിക്കാറുണ്ട്. പിന്നെ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സെക്ഷൻ ആയിട്ടാണ് വെക്കാറ്. കുറച്ച് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ തണ്ടോട് കൂടിയിട്ട് ഇങ്ങനെ ഈ തണ്ടിൽ ആ നീളത്തിലുള്ള തണ്ട് ഇങ്ങനെ ഒന്ന് നീളം കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് ഞാൻ നല്ല പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് വെക്കും. അപ്പം എന്താ വെച്ചാൽ എന്തായാലും ഒരു മാസം 1.5 മാസമൊക്കെ എന്തായാലും നല്ല നല്ല കേടാവാതെ നിൽക്കും. കാരണം ആ തണ്ട് നമ്മൾ കളയാത്തതുകൊണ്ട് ആ തണ്ടിലത്തെ ആ ജലാംശത്തിന്റെ ഒരു പവർ കൊണ്ട് ഈ ഇലകൾക്കൊക്കെ നല്ല ഒരു ഇത് കിട്ടും. അപ്പൊ എന്താ ഇലകളൊന്നും അങ്ങനെ വാടൂല. അപ്പൊ അങ്ങനെ ഈ ഇതിന്റെ ഇലഭാഗങ്ങൾ ഉള്ളിലേക്കും തണ്ട് ഭാഗം പുറത്തോട്ടും നിൽക്കുന്ന രീതിയിൽ കവറിലിട്ടിട്ട് നല്ലോണം റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ, നമ്മൾ താഴെ ബോക്സിൽ ഫ്രിഡ്ജിൽ അങ്ങനെ ഫ്രിഡ്ജിന്റെ തട്ടിൽ വെക്കാതെ താഴെയുള്ള ബോക്സ് ഉണ്ടല്ലോ ആ ബോക്സിൽ ഇട്ട് വെച്ചാൽ നല്ല ഒരു നേരിയ തണുപ്പിൽ അങ്ങനെ കുറേ നാള് കേടുകൂടാതെ അങ്ങനെ നിൽക്കും. ആ തണ്ടോട് കൂടിയിട്ടായതുകൊണ്ട് ഇല എപ്പോഴും ഫ്രഷ് ആയിരിക്കും. ഇനി കുറച്ച് വാടാറായ ഇലകളൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉള്ള ഇലകളെല്ലാം കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സാധാരണ ഡോറിൽ അവിടെ വെക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് ആ ഒരാഴ്ച 2 ആഴ്ചൻ്റെ ഉള്ളിൽ അത് തീരും. ഇനി ബാക്കിയുള്ള വലിയൊരു പോർഷന് ഞാൻ സാധാരണ ചെയ്യുന്നത് ഇതേപോലെ പിന്നെ തണ്ടിൽ നിന്ന് ഫുള്ള് ഇലകളൊക്കെ നുള്ളിയെടുക്കുക. ഇതാണ് കുറേ നാള് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറ്റുക. ഫ്രിഡ്ജിന്റെ അകത്ത് വെക്കുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് എന്തായാലും ഒരു 2 മാസമൊക്കെ മാക്സിമം നിൽക്കുള്ളൂ. ഇത് നല്ലോണം ഇലകൾ എടുത്തിട്ട് നല്ല കഴുകി ഊറ്റിയിട്ട് ഒരു കോട്ടൺ തുണിയിൽ ഒന്ന് വിരിച്ചിട്ടിട്ട് അതൊന്ന് ഉണങ്ങിയ ശേഷം, അത് ഉണങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉണങ്ങാനല്ല, ആ വെള്ളം ഒന്ന് വടിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഫാനിന്റെ ചോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വെള്ളം അങ്ങ് പൊയ്ക്കോളും. ആ കഴുകിയ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇനി വീണ്ടും എടുത്ത് ഉപയോഗിക്കുമ്പോൾ കഴുകൂല, നേരെ നമ്മൾ വറവിടുമ്പോഴും ഒക്കെ നമ്മൾ അങ്ങനെ എടുക്കുക ചെയ്യുക. അപ്പൊ അതിങ്ങനെ ഇതേപോലെ നല്ലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ എയർ ടൈറ്റ് ആയിട്ട് ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ ഇങ്ങനെ നല്ല മുരുമരാന്നിരിക്കുന്ന ഇലയായിരിക്കും. വെക്കുന്തോറും കുറച്ച് ഡാർക്ക് കളർ ആയി വരുമെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വറവിടുമ്പോൾ ഒക്കെ ഉപയോഗിക്കുമ്പം അതിന്റെ പച്ച കളർ എന്തായാലും താനെ വരുന്നതാണ്. ഇനി അടുത്ത നമ്മൾ ഒരുപാട് വേസ്റ്റ് ആയി പോകുന്ന ഒരു സാധനമാണ് ഈ ബ്രെഡിന്റെ മേലെ വരുന്ന ഭാഗവും അടിഭാഗവും എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി മടിയായിരിക്കുമേ. അപ്പൊ അത് നമുക്കത് വേസ്റ്റ് ആക്കാതെ നമുക്കത് പൊടിച്ചിട്ട് ഇതേപോലെ ഫ്രീസറിൽ വെക്കാം. അപ്പൊ അത് നമുക്ക് ഏത് ബ്രെഡ് ആയാലും കുഴപ്പമില്ല, ബ്രൗൺ ബ്രെഡും ഈ വൈറ്റ് ബ്രെഡും എല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ പൊടിച്ചിട്ട് വെക്കാം. കാരണം എക്സ്പയറി ഡേറ്റ് ഒക്കെ അടുത്തായാൽ നമുക്ക് പിന്നെ അത് കഴിക്കാനും വേണ്ടിയിട്ട് എടുക്കില്ല, പിന്നെ അങ്ങനെ വേസ്റ്റ് ആയി പോകും. അപ്പൊ നമ്മളിത് രണ്ടും കൂടെ
പൊടിച്ച് മിക്സ് ചെയ്തിട്ട് ഇതേമാതിരി ഒരു സിപ്ലോ കവറിലിട്ട് വെച്ച് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് എപ്പോഴൊക്കെ ആവശ്യമുണ്ട് വെച്ചാൽ കുറച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കാനാണെങ്കിലും മറ്റേ ചിക്കൻ റോളോ അങ്ങനെ എന്തെങ്കിലും ബ്രെഡ് പൊടിൻ്റെ ആവശ്യമുള്ള എന്തുണ്ടാക്കുമ്പോഴും ആ സമയത്ത് ചിലപ്പം ബ്രെഡ് ഉണ്ടായിക്കൊള്ളുന്നില്ല വീട്ടിൽ. അപ്പം നമുക്കത് ഫ്രീസറിൽ എപ്പോഴും റെഡി ആയിരിക്കും. അപ്പോൾ കുറേ നാൾ അതങ്ങനെ കേടുകൂടാതെ നിൽക്കുകയും ചെയ്യും. ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഓൾറെഡി നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. പിന്നെ അടുത്ത പ്രാവശ്യം വേറെ കുറേ നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ താങ്ക് യു.